ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ചെന്നൈയിലാണ്. ചെന്നൈയിൽ ഒരു ഫേമസ് ആയ ഒരു അമ്പലത്തിലാണ് ഇവിടെ നമ്മൾ പോകുന്നത്. ഇത് നോർത്ത് ചെന്നൈയാണ്. നോർത്ത് ചെന്നൈ തിരുവറ്റിക്കൂറിലുള്ള ഒരു ഫേമസ് ആയ അമ്പലത്തിലാണ് ഇപ്പോൾ പോകുന്നത്. വടിവുടയമ്മൻ കോവിൽ. അമ്മൻ്റെ അമ്പലം മാത്രമല്ല കേട്ടോ, അവിടെ ശിവലിംഗം ഭയങ്കര ഫേമസ് ആണ്. ശിവൻ്റെ ഇതാ ഇവിടെ കിടക്കുന്ന മാലയൊക്കെ കണ്ടോ, അതെല്ലാം വന്നിട്ട് സ്വാമിക്ക് ഇവിടെ പൂജയ്ക്ക് വേണ്ടി വെച്ചാണ്. നമ്മൾ ഇവിടുന്ന് അമ്പലത്തേക്ക് എന്തൊക്കെ കൊണ്ടുപോകണോ അതെല്ലാം ഇവിടെ ഈ മാർക്കറ്റിൽ നമ്മൾ വാങ്ങിക്കുന്നത്. ഇവിടെ സ്ട്രീറ്റിൽ ഉണ്ടാവും കേട്ടോ. കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇവിടുന്ന് കുറേ ദൂരത്തുനിന്ന് പോലും ആൾക്കാർ വന്നിട്ട് കാണുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇത്. കണ്ടോ അമ്പലം കാണുന്നില്ലേ? അവിടെ പിന്നെയും കുറേ മാലകളും പിന്നെ പൂജയ്ക്ക് ആവശ്യമുള്ള എല്ലാ ഇതും ഇവിടെ കിട്ടും കേട്ടോ. വേണമെന്നും തേങ്ങയെല്ലാം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരാം. ഇല്ലെങ്കിൽ അത് അവിടെ അമ്പലത്തിൻ്റെ അവിടെ സൈഡിൽ വെച്ചാൽ കണ്ടോ നമുക്ക് എന്തൊക്കെയാണ് പൂജയ്ക്ക് ആവശ്യം, മാലയോ പൂവോ കർപ്പൂരം തേങ്ങ അങ്ങനെ കുറേ പൂജയ്ക്കുള്ള ആവശ്യമുള്ളതെല്ലാം ഇവിടെ നമുക്ക് വാങ്ങിച്ചിട്ട് പോവാം. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള അമ്പലമാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും അത് മോറലെസ് സെയിം ആണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഞങ്ങളിവിടെ തിരുവറ്റൂരിലുള്ള സമയത്ത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ വർഷമായിട്ടോ, വർഷത്തിന് ശേഷം ഞാൻ വരികയാണ്. ഞങ്ങൾ പോയ ദിവസം ഭയങ്കര റഷായിരുന്നു. എന്ത് പറഞ്ഞാൽ അന്ന് ശനിപ്രദോഷമായിരുന്നു. അപ്പോൾ അത് വർഷത്തിലൊരിക്കൽ വരുന്നതാണ്. അതായത് ശനിയാഴ്ച ദിവസം ശനിപ്രദോഷം. പിന്നെ ഇവിടെ ലൈനിൽ ഇരിക്കണുണ്ടോ, ഇരുന്നിട്ട് എഴുതുന്നുണ്ടോ, അത് ശിവഭഗവാന് വേണ്ടിയിട്ട് ഓം നമ ശിവായ എന്ന് എഴുതും. 216 പ്രാവശ്യം എഴുതണം. നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് വെച്ചാൽ അത് നമുക്ക് അത് നടത്തി തരും എന്നാണ് പറയുന്നത്. അത് നടത്തി തരും എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇത് ഓരോരോ നക്ഷത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ ഓരോരോ നക്ഷത്രത്തിന് ഓരോരോ ശിവലിംഗമാണ് ഇത് കാണുന്നത് കണ്ടോ. അവിടെ ശിവൻ്റെ അശ്വതി ഭരണി കാർത്തിക അങ്ങനെ നക്ഷത്രങ്ങളുണ്ടല്ലോ. അതിൻ്റെ ഓരോരോ ഇപ്പം നമ്മുടെ നക്ഷത്രം ഏതാണോ അവിടെ പോയിട്ട് നമ്മൾ കർപ്പൂരം എല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് വരാം. ഇവിടെ എല്ലാ നക്ഷത്രവും ഉണ്ട് കേട്ടോ. ഇത് ലൈനായിട്ട് നക്ഷത്രങ്ങളാണ്. ഇതിൽ നമ്മൾ 27 നക്ഷത്രങ്ങളും ഇതിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാണോ അതിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വരാം. ഇതാണ് ശനിപ്രദോഷം എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇത്ര ജനങ്ങൾ ഭഗവാനെ കൂട്ടിയിട്ട് പോകുമ്പോൾ അവരെ കൂടെ പ്രാർത്ഥിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ അവർ. ഈ അമ്പലം ഫുള്ള് കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഫുള്ളൊന്നും പോകാൻ പറ്റിയില്ല, കാരണം നല്ല ചൂടുണ്ടായിരുന്നു. കല്ലുകൊണ്ടായതുകൊണ്ട് പിന്നെ ഉള്ളിൽ നിന്ന് ഈ റഷിൽ നിന്നിട്ട് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രം എടുക്കാൻ പറ്റി. ഭഗവാനെ കൊണ്ടുപോവാണ്. 2-3 പ്രാവശ്യം ചുറ്റിയിട്ട് ഉള്ളിൽ കൊണ്ടുപോയി വയ്ക്കും സ്വാമീനെ.
ഇത് അത്തിമരാണ് കേട്ടോ. ഇതെന്താ പറഞ്ഞാൽ കുട്ടികളില്ലാത്ത ആൾക്കാർക്കെല്ലാം അവിടെ വാങ്ങിക്കാൻ കിട്ടും, തൊട്ടിൽ മാതിരി. അപ്പോൾ തൊട്ടിൽ വാങ്ങിയിട്ട് നമ്മളവിടെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ അതൊരു വിശ്വാസം, കുട്ടികളുണ്ടാവും പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, കുറച്ച് ഡക്കൊക്കെ ഉണ്ടായിരുന്നു, കണ്ടോ. പക്ഷേ ആൾക്കാർ കുറച്ച് വേസ്റ്റൊക്കെ അതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പ്ലാസ്റ്റിക്കൊക്കെ. പിന്നെ അങ്ങനെ അമ്പലത്തിലെല്ലാം തൊഴുത് നമ്മൾ പ്രസാദമെല്ലാം വാങ്ങിച്ചിട്ട് അവിടെ ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുട്ടികളെല്ലാം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കുറച്ച് നേരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.